ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ജീവിത പങ്കാളിയുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ അറിയാതെ വരുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്. നല്ല ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് ഗൈഡ് ഒരു സഹായിയാകുന്നു എന്നറിയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഇന്ന് നമ്മുടെ കത്തുകൾക്ക് മറുപടി പറയാനായി പ്രശസ്ത വാഗ്മിയും കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പമുണ്ട്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതിനിധിയായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് അധ്യാപകനും സുവിശേഷ പ്രഘോഷകനുമായ ശ്രീ ടോമി പെരുവിലങ്ങാട്ടാണ്. ടോമി സാറിനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാഡം, നമുക്ക് ധാരാളം കത്തുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് നേരിട്ട് കത്തിലേക്ക് തന്നെ കടക്കാം. ഞാൻ 25 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. 2 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. വളരെ സന്തുഷ്ടമായ കുടുംബജീവിതമാണ് ഞങ്ങളുടേത്. പരസ്പര ധാരണയോടുകൂടി നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതം. ഈയിടെയായി എനിക്ക് സെക്സിനോട് ഒട്ടും താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഈ കാര്യത്തിൽ ഭർത്താവിന് അല്പം നീരസമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാധാരണ വിവാഹ ജീവിതത്തിൽ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഈ കത്ത് വിരൽ ചൂണ്ടുന്നത്. അതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ചെറുപ്പക്കാരായാലും ആരായാലും കുടുംബജീവിതക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ടത് വാട്ട് ഈസ് സെക്സ്, എന്താണ് ലൈംഗികത. സെക്സ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്തോ ആയിരിക്കുന്ന ആ അവസ്ഥയാണ്, ആണും പെണ്ണും ആയിരിക്കുന്ന അവസ്ഥയാണ് സെക്സ് എന്ന് പറയുന്നത്. അത് കുടുംബജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ദൈവം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ കുടുംബം സ്ഥാപിക്കുന്ന ദൈവം പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിക്കുമ്പോൾ 2 പേർക്ക് 2 തരത്തിലുള്ള ശാരീരിക മാനസിക പ്രത്യേകതകൾ കൊടുക്കുകയാണ്. പരസ്പര പൂരകങ്ങളായിട്ടാണ് അവരെ സൃഷ്ടിക്കുന്നത്. ഒന്ന് ചേർന്നാൽ പൂർണ്ണത വരത്തക്ക രീതിയിലാണ് ശരീരഘടന, മാനസിക ഘടന എല്ലാം തന്നെ. അപ്പം അതിന് ദൈവം വലിയൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. വർദ്ധിച്ച് ഭൂമി നിറഞ്ഞ് പെരുകണം. അതായത് ഇനിയും ഞാൻ മണ്ണെടുത്ത് കുഴച്ചാരെയും ഉണ്ടാക്കില്ല, ഇനി ഞാൻ ആരുടെയും വാരിയെല്ല് ഊരാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ അതിനുള്ള ഉത്തരവാദിത്വം തരുന്നു. സ്നേഹിക്കുക. സ്നേഹത്തിന്റെ ഫലമായി മക്കളെ ജനിപ്പിക്കുക. അപ്പം മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് അവരുടെ ലൈംഗികത എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹ ജീവിതത്തിലെ ലൈംഗികത എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നാവാനായി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ്, ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രകടനം. അപ്പോൾ അത് വിവാഹ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സമയത്തേക്കോ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയോ അല്ല, ആ കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പിന്. അതായത് അവർ ജീവിക്കുന്ന എത്ര വർഷമാണോ അത്രയും വർഷം, അവർ 30 വർഷം ജീവിച്ചാലും 40 വർഷം ജീവിച്ചാലും അവർ ഒന്നായി ജീവിക്കണം. അതിനൊരു ഹാർമണി വേണം, ഒരു സന്തോഷം വേണം. അപ്പം ആ സന്തോഷം പങ്കിടാനായിട്ടാണ് ലൈംഗികത എന്ന് പറയുന്ന വലിയ ദാനം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. വിവാഹ ജീവിതത്തിന് വെളിയിൽ ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും എന്തിനുപയോഗിച്ചാലും തെറ്റാണ്, പാപമാണ്, അത് കൊള്ളുകയില്ലാത്തതാണ്. പക്ഷെ വിവാഹ ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഭാഗം, ഈ ഓരോ കാലഘട്ടത്തിൽ ലൈംഗികതയോടുള്ള ദമ്പതികളുടെ സമീപനത്തിൽ വ്യത്യാസം ഉണ്ടാവാം. കാരണം കല്യാണത്തിന് മുൻപ് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതമുണ്ട്. അവിടെ 2 പേരും കൂടെ ഒന്നാകലും നടക്കാൻ വേണ്ടി സ്വപ്നം കാണുന്ന ജീവിതത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന ആദ്യ നാളുകളിൽ ഇവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. കാരണം പെണ്ണിനെ അറിയാൻ, ആണിനെ അറിയാനുള്ള ഉള്ളിലെ ഒരു അഭിവാഞ്ച, ഒരാഗ്രഹം, അതാണ് ആ ഒരു കൂടിച്ചേരലിന് അവരെ സഹായിക്കുന്നത്. ഈ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ വ്യത്യാസം വരുന്നു. അവരുടെ ശാരീരികവും മാനസികവുമായ ചിന്തകളിൽ മാറ്റം വരുന്നു. കാരണം ഹോർമോൺ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഹോർമോൺ ചേഞ്ച് ചെയ്യുമ്പോൾ ഗർഭകാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ തമ്മിൽ ഇത്ര ഫസ്റ്റ് 3 months ലാസ്റ്റ് 3 months സെക്ഷൽ റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യണം. അത് കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, അബോർഷൻ വരാതിരിക്കാൻ സാധ്യമാണ്, അല്ലെങ്കിൽ പ്രിമച്വർ ഡെലിവറിക്ക് അത് തടസ്സമാവാതിരിക്കാൻ ഇങ്ങനെ ചെയ്യണം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ തമ്മിലൊരു അകൽച്ച ഉണ്ടാകുന്നുണ്ട്. അത് സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന അകൽച്ച.
പിന്നെ ഹോർമോൺ, പിന്നെ നമ്മൾ ആ പ്രസവം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മുലപ്പാൽ ഉണ്ടാകാൻ വേണ്ടി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ അമ്മയായി കഴിയുമ്പോൾ കുട്ടിയിലേക്ക് തിരിയും. അതെ, ശ്രദ്ധയും സ്നേഹം മുഴുവൻ, കാത്തുവെച്ച സ്നേഹം മുഴുവൻ അമ്മയാകുക എന്ന് പറയുന്ന പുതിയൊരു അനുഭവമാണ്. അപ്പോൾ ആ അനുഭവത്തിൽ വരുമ്പോൾ ആ കരുതലും ശ്രദ്ധയും മുഴുവൻ ഈ കുട്ടിയിലേക്ക് തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭർത്താവിൽ നിന്നൊരു ചെറിയ അകൽച്ച വരും. പ്രസവത്തിന് പോകുന്നു, അവിടെ നിൽക്കുന്നു, പ്രസവിക്കുന്നു, അങ്ങനെ ഒരു വലിയ പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉള്ള ലൈംഗിക ബന്ധത്തിൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൂടുതൽ താല്പര്യം വരേണ്ടതാണ്. കാരണം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള കൂടിച്ചേരൽ വരേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ കുട്ടിക്ക് അതിനോട് താല്പര്യം അങ്ങ് കുറയുകയാണ്. അപ്പോൾ അതെന്താണെന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ ആ കുട്ടി കാണേണ്ടിയിരിക്കുന്നു. ഹോർമോണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതോ വെറുതെ മനസ്സുകൊണ്ട് ഈ കുട്ടിയെന്ന് റിജക്റ്റ് ചെയ്യുന്നതാണോ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ആ കുട്ടിയെ കണ്ട് ചെയ്യേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പല ദമ്പതികളും ഇതൊരു എസ്കേപ്പിസമായിട്ട് എടുക്കാറുണ്ട്. ഒരു ഡിഫൻസ് മെക്കാനിസം, മനസ്സ് കാണിക്കുന്ന ഒരു മെക്കാനിസമാണിത്, ഒരു രക്ഷപ്പെടൽ തന്ത്രം. കൊച്ചുണരും, അല്ല കൊച്ച് നമുക്ക് പോരാ, പ്രൈവസി പോരാ, മറ്റൊന്ന് അവർ രണ്ടുപേരും മാത്രമായിരുന്നല്ലോ. അപ്പോൾ കൊച്ചനങ്ങും, കൊച്ചുണരും, കൊച്ചറിയും. അപ്പോൾ ഇതിനു വേണ്ടി ചിലപ്പോൾ അതിനകത്തുനിന്ന് അവളെ എസ്കേപ്പ് ചെയ്യാനായിട്ട് ഭർത്താവിനെ ഇങ്ങനെ അകറ്റി വിടും. അത് ദോഷം ചെയ്യും. കാരണം പതുക്കെ ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ ഒരു വിള്ളലുകൾ വീഴും. ഭർത്താവ് പതുക്കെ അകന്നു പോകും. പിന്നെ അവൻ ചിലപ്പോൾ അകന്നു പോകുന്ന അതിന് പകരം വേറെ ഓൾട്ടർനേറ്റീവ് റിലേഷൻഷിപ്പ് വേണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അവൻ മാസ്റ്റർബേഷനിലേക്ക് അല്ലെങ്കിൽ ലൈംഗികപരമായ വേറെ കാര്യങ്ങളിലേക്ക് കടക്കും. കാരണം ആണിൻ്റെ ലൈംഗികതയും പെണ്ണിൻ്റെ ലൈംഗികതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ലൈംഗികപരമായ മോശമായ പ്രവൃത്തികളിലേക്ക് അവൻ വരാം. വേറെ സൗഹൃദങ്ങളിലേക്ക് കടന്നു പോകാം, മദ്യപാനത്തിലേക്ക് കടന്നു പോകാം, ചിലപ്പോൾ സീറ്റ് വലിയിലേക്ക് കടന്നു പോകാം. ഇങ്ങനെയുള്ള പല അതുവരെ ചെയ്തിട്ടില്ലാത്ത പല പ്രവൃത്തികളിലേക്ക് ഇവൻ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാണിനെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ലൈംഗികത എന്ന് പറയുന്നത്. അവനെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ. ഇനി അവൾക്ക് എന്തുകൊണ്ട് താല്പര്യമില്ല എന്നുള്ളത് അവൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അവളെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യത്തിൽ നിന്ന് അവൾ പിന്മാറുക ചെയ്യുന്നു. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം അതിനെക്കുറിച്ച് ഗൗരവത്തിൽ അവൾ കാണേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഭാവിയിൽ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസിലേക്ക് ഈ കുട്ടിക്ക് പോകാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സാറിന് ഈ പ്രോബ്ലത്തിന് എന്തൊരു സൊല്യൂഷൻ ആയിരിക്കും പറയാനുള്ളത്? ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവം നൽകുന്ന വലിയൊരു സമ്മാനമാണ്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അവരെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഉയർത്തി. ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പം ഈയൊരു പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ദൈവം ഒത്തിരി അനുഗ്രഹിച്ച ഒരു കുടുംബം. അവർക്ക് ദൈവം ഒരുമിച്ച് ചേരാനുള്ള ഒരു ഭാഗ്യം കൊടുത്തു. അതിനേക്കാൾ അപ്പുറത്ത് ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. പരസ്പര ധാരണയുണ്ട്. പ്രസവമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റി. അങ്ങനെ ഒരു സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് തോന്നിയ ഒരു ചെറിയ കുറവാണ്, ഞങ്ങൾക്ക് ഒരു ലൈംഗിക സംതൃപ്തി കിട്ടുന്നില്ലല്ലോ, ഒരു ലൈംഗികമായ പങ്കുവെക്കൽ നടക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത. സത്യത്തിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വന്ന ഒരു ചിന്തയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ചെയ്യേണ്ട നന്മ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ പ്രചോദനം തരുന്നത് പരിശുദ്ധാത്മാവ്. ദാമ്പത്യ ജീവിതം എപ്പോഴും പൂവണിയപ്പെടുന്നതും ആനന്ദപ്രദമാകുന്നതും ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയും ദൈവഹിതത്തോടുള്ള ആലോചനയുമാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു സൊല്യൂഷൻ ഇത് തന്നെയാണ്: മടങ്ങി വരിക, ദൈവസന്നിധിയിലേക്ക് വരിക, ദൈവത്തോട് ഈ കാര്യം പറയും. മാഡം, പുരുഷനാണേലും സ്ത്രീയാണേലും ശാരീരികമായ ചില പ്രത്യേകതകൾ, ചില വ്യത്യാസങ്ങൾ ഒക്കെ ഈ ദാമ്പത്യ ബന്ധത്തിന്, അതായത് ലൈംഗിക ബന്ധത്തിന് തടസ്സമായി നിൽക്കാറില്ലേ? അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന തോന്നുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറാൻ അവൾക്കൊരു തോന്നലുണ്ടാകാമല്ലോ. അത് ശാരീരികമായ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കാമല്ലോ. ഒരു പരിധിവരെ ഇതെല്ലാം തന്നെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശാരീരികമായിട്ട് വരുന്ന പല പ്രശ്നങ്ങളും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് മൈൻഡ്, ബോഡി, സോൾ, ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നൂടെ കൂടുന്നതാണ്. അപ്പം ഈ ശാരീരികമായിട്ട് ഇവൾക്ക് തോന്നുന്ന തോന്നലുകളൊക്കെ സ്നേഹമുള്ളിടത്ത് നമ്മളൊക്കെ അതെല്ലാം
മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കാരണം ഇവള് പ്രസവിച്ച കുട്ടിയല്ലേ, അതെ. പ്രസവിച്ച കുട്ടി ആയതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, അവർ തമ്മിൽ അതിനു മുമ്പ് നല്ല ഹാർമണി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നീട് അങ്ങനെ ഒരു വേദനയോ പ്രശ്നങ്ങളോ അല്ലിത്. ഇത് മനസ്സിനുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഒരു വിരക്തി, ലൈംഗിക വിരക്തി ഉണ്ടാകാം. അത് ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടാകാം. മെനപ്പോസിൻ്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്, പ്രഗ്നൻസി കഴിഞ്ഞുള്ള ഈ പ്രസവ കാലഘട്ടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന. കാരണം ഈ സെക്സ് എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. കാരണം നമ്മൾ വിവാഹ സമയത്ത് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്. മാരേജ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ്, അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ ആ കമ്മിറ്റ്മെൻ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേലെ, മനസ്സിൻ്റെ മേലെ, സ്വത്തിൻ്റെ മേലെ ഭർത്താവിന് എന്നാക്കേണ്ടോ അതിൻ്റെ എല്ലാം മേലെ പൂർണ്ണമായ അവകാശം ഭാര്യയ്ക്ക്. അതാണ് നമ്മളവിടെ പറയുന്നത്. തിരിച്ചും ഭാര്യയുടെ ശരീരത്തിൻ്റെ മേലെ, മനസ്സിൻ്റെ മേലെ, സ്വത്തിൻ്റെ മേലെ, അവൾക്ക് എന്നാക്കേണ്ട അതിൻ്റെ എല്ലാം മേലെ പരിപൂർണമായ അവകാശം ഭർത്താവിന് നമ്മൾ വിട്ടുകൊടുക്കുക. അപ്പോൾ ഈ ശരീരം അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് അവളുടെ അല്ല, അത് പുരുഷൻ്റെയാണ്. പുരുഷൻ്റെ ശരീരം എന്ന് പറയുന്നത് പുരുഷൻ്റെ അല്ല, അത് സ്ത്രീയുടെയാണ്. ആ മ്യൂച്വൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വിട്ടുകൊടുക്കുക. അവിടെയാണ് ആ ഒന്നാകലിൻ്റെ പൂർണ്ണത വരുന്നത്. അപ്പോൾ അത് പിന്നെ ഭാര്യയെ സാധിച്ചു കൊടുക്കുന്ന ഒരു ഔദാര്യമൊന്നുമല്ല, ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യമാണെന്ന് സ്ത്രീകൾ ധരിച്ചു വെക്കുന്നെങ്കിൽ അത് വലിയ ശുദ്ധ മണ്ടത്തരാണ്. ഭർത്താവിൻ്റെ അവകാശമാണ്. ആ അവകാശത്തിലാണ് അവള് കോടാലി വെക്കുന്നത്. അത് പാടില്ല, അത് പാടില്ല. കാരണം അവൾക്ക് വൈകാരികമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് സർ പറഞ്ഞ പോലെ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ദൈവാനുഭവത്തിലൂടെ മാറ്റിയെടുക്കാം. മാത്രമല്ല ഇപ്പം ധാരാളം ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഹോർമോൺ മെഡിസിൻസ് ഉണ്ട്, പിന്നെ സെക്സോളജിസ്റ്റുകളുണ്ട്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ ദൈവം തന്നിരിക്കുന്ന ശാസ്ത്രത്തെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അല്ലാതെ നമുക്കത് മാത്രം പോരാ. അവൾക്ക് എന്തെങ്കിലും സംഭവങ്ങൾ, വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് അവൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിൻ്റെ തോന്നലായിരിക്കും. ഇതിപ്പോൾ കൊച്ചുകുട്ടിയാണ്, അവൾ 25 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കിനി എത്രയോ കിലോമീറ്ററുകൾ അവർ യാത്ര ചെയ്യണം ഒരുമിച്ച്, എത്രയോ വർഷങ്ങൾ അവർ ഒരുമിച്ച് ജീവിക്കണം. ഒരു 50 വർഷമോ 60 വർഷമോ ഒക്കെ ഇനിയും നീണ്ടു കിടക്കുന്ന വർഷങ്ങൾക്കിടയിൽ അവർക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒന്നുകിൽ ഒരുമിച്ചിരുന്ന് പറഞ്ഞ് എന്താണ് അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ട് താല്പര്യം തോന്നുന്നില്ല. ഇനി ചിലപ്പോൾ ഈ പ്രഗ്നൻസി പീരീഡിൽ വരുന്ന ചില മണം, ഭർത്താവ് ഉപയോഗിക്കുന്ന ചില പൗഡറുകൾ, ചില ക്രീമുകൾ, ചിലപ്പോൾ ഈ ഷേവിങ് ക്രീം പോലും ഭാര്യയ്ക്ക് ചിലപ്പോൾ വിരക്തി ഉണ്ടാക്കാം. അപ്പോൾ അത് പ്രഗ്നൻസിയിൽ വരുന്ന ഒരു കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അവൾക്ക്, ഭർത്താവിനോട് വിരക്തി തോന്നാൻ, അല്ലെങ്കിൽ അവൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വേറെ ഉണ്ടോ, ഇനി ബ്ലീഡിങ് പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് അവൾ തന്നെ അനലൈസ് ചെയ്യുക. അവരൊരുമിച്ചൊന്ന് ഇരുന്ന് അതൊന്ന് അനലൈസ് ചെയ്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സെക്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഓടിച്ചെന്ന് വരുന്ന ഒരു കാര്യമല്ല. അതിന് പിറകിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, ദമ്പതികൾ ഭയങ്കര പ്രേമത്തിൽ നിന്നല്ല ഏറ്റവും നല്ല സെക്സ് ഉണ്ടാകുന്നത്. ഒരിക്കലും ഏറ്റവും നല്ല വഴക്ക് പിടിക്കുന്ന ദിവസം ഏറ്റവും നല്ല സെക്സ് ഉണ്ടാകും. കാരണം വഴക്ക് പിടിച്ചു, പിണങ്ങി, പിന്നെ സ്നേഹിക്കാൻ വന്നു, അവരൊന്ന് മുട്ടിയുരുമ്മി തോണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ആ ഇഷ്ടത്തിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ ഇഷ്ടത്തിലേക്ക് അവർ വരും. ചിലപ്പോൾ ഏറ്റവും നല്ല സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ ഒരു പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും പടങ്ങിയിരുന്നിട്ട് വരുന്ന ഏറ്റവും നല്ല ബന്ധത്തിൽ ഏറ്റവും നല്ല സെക്സ് വരാറുണ്ട്. അവരങ്ങനെ ഒരു സമയം കണ്ടെത്തണം അതിനായിട്ട്. അവരേതെങ്കിലും ഒരു സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ അവരുടെ റൂം ഒന്ന് ചേഞ്ച് ചെയ്യണം, മൂഡൊന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഒരു ചേഞ്ചസ് അവരിൽ വരണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കിത് സാധിക്കും. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊരു വിചാരം ആ കുട്ടിക്കുണ്ടെങ്കിൽ അവൾ കൂടുതൽ അകൽച്ച ഭാവിക്കും ഭർത്താവിൽ നിന്ന്. അതുകൊണ്ട് ഭർത്താവെന്ന് പറയുന്ന മനുഷ്യന് അയാളുടെ നീഡാണ്, ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകത്തിൽ ഏറ്റവും അധികം അത്യാവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് വയറ് നിറച്ച് ആഹാരം കിട്ടുക എന്നുള്ള. വയറ് നിറച്ച് ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ പുരുഷൻ്റെ അടുത്ത ആവശ്യം സെക്സാണ്, ലൈംഗികതയാണ്. അതിനെ മറച്ചു വയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരുതരം മാനസിക വൈകല്യമാണ്. ഇല്ല, എനിക്കങ്ങനെ ഒരു തോന്നലില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഇല്ല. ചില ഭാര്യ ഭർത്താക്കൾ, ഞങ്ങൾക്കിതൊരു പ്രശ്നമല്ല, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു, ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അത് തെറ്റാണ്. മറ്റതൊക്കെ അവർ അഭിനയിക്കുകയാണ്. എന്തിനെയൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് മനസ്സ് കാണിക്കുന്ന ചില അഭിനയങ്ങളാണത്. അതൊരു മാനസിക വൈകല്യങ്ങളാണ്. അതുകൊണ്ട് റിയൽ ലൈഫ് എന്ന് പറയുന്നത് അതല്ല. ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണതയിലെത്തുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്.
പുരുഷന് കിട്ടാനുള്ള ലൈംഗിക സുഖം ഭാര്യയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പുരുഷൻ മറ്റ് സ്ത്രീകളെ അന്വേഷിച്ചു പോകും എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അത് സ്ത്രീകളെ അന്വേഷിച്ച് പോകുമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് മാത്രം ആവണമെന്നില്ല കേട്ടോ. കാരണം അവൻ്റെ ആ സ്പിരിച്വാലിറ്റിയെ ആശ്രയിച്ചിരിക്കും. അത് നല്ല സ്പിരിച്വാലിറ്റി ഉള്ളൊരു ഹസ്ബൻഡാണ്, ബട്ട് അവൻ ഇതൊരു നീഡാണ്. അതുകൊണ്ട് അവൻ വേറെ പെണ്ണിൻ്റെ അടുത്ത് ചെന്ന് പറ്റുകയില്ല. അവൻ ചിലപ്പോൾ കൂടുതൽ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് പോകും. അവൻ അതിനകത്തുനിന്ന് എസ്കേപ്പ് ചെയ്താൽ മതി. പിന്നെ ചിലപ്പോൾ അവൻ പോകുന്നത് മദ്യഷാപ്പിലേക്കായിരിക്കും. അത്രയും സ്പിരിച്വൽ അല്ല എങ്കിൽ കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്നം കിടക്കും. പെണ്ണിനെ തേടി പോകണം നിർബന്ധമൊന്നുമില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അത് പിന്നെ ദമ്പതികൾക്കിടയിലുണ്ട്, എന്നോട് സ്നേഹം കാണിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നില്ല, അതുകൊണ്ട് ഇയാൾക്ക് വേറെ ബന്ധം ഉണ്ടാകും. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ വിചാരിക്കേണ്ട. ബന്ധം അതുപോലെ ഉണ്ടാവുന്നെങ്കിൽ അതിന് വേറെ റീസൺസ് ഉണ്ടാകും. അതിന് വൈകല്യങ്ങൾ അങ്ങനെ പല സ്ത്രീകൾ, ഇപ്പോൾ ഒരെണ്ണത്തിനെ തന്നെ നമുക്ക് വഹിക്കാൻ വയ്യ, പിന്നെ പല പെണ്ണുങ്ങളെ വഹിക്കാനായിട്ട് പോകുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വേറെ കാരണങ്ങൾ കൊണ്ടാ. മാഡം, നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം. ഞങ്ങൾ ഇരട്ട സഹോദരിമാരാണ്. വിവാഹം കഴിക്കാൻ ഇരട്ട സഹോദരന്മാരെ അന്വേഷിച്ചെങ്കിലും ഒരു വീട്ടിലെ തന്നെ ജ്യേഷ്ഠനും അനുജനുമാണ് ഞങ്ങളെ വിവാഹം ചെയ്തത്. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് ജ്യേഷ്ഠനാണെങ്കിലും അനുജനാണ് നല്ല ജോലിയും കുടുംബത്തിൽ സ്ഥാനവുമുള്ളത്. അതുകൊണ്ട് തന്നെ അനുജൻ്റെ ഭാര്യയായ എൻ്റെ സഹോദരിയെ വീട്ടിലെല്ലാവർക്കും കാര്യമാണ്. അവർക്കൊരു കുഞ്ഞുമുണ്ട്. ഒരു കുഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും വെർജിനാണ്. എൻ്റെ സഹോദരിക്ക് വേണ്ടി എല്ലാം സഹിച്ച് ഞാൻ ആ വീട്ടിൽ കഴിയുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വളരെ വിചിത്രമായ ഒരു കത്താണ്. കാരണം ട്വിൻ സിസ്റ്റേഴ്സാണ്. ട്വിൻ സിസ്റ്റേഴ്സിനെ സാധാരണ ട്വിൻ ബ്രദേഴ്സിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാറുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കട്ടെ, ഇവരെ തമ്മിൽ വേർപെടുത്തണ്ട എന്നൊരാശയം മാതാപിതാക്കൾക്ക് ഉണ്ടായി കാണും. അതുകൊണ്ടാണ് ചേട്ടനെ അനിയനെയും കണ്ടുപിടിക്കുന്നത്. അപ്പം ചേട്ടനെ അനിയനെയും കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് ഒരു കുഴപ്പം വരുന്നത്, ചേട്ടനും അനിയനും ആകുമ്പോഴത്തേക്ക് അവർ 2 തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെന്ന് തോന്നുന്നു. കാരണം അനിയന് നല്ല ജോലിയുണ്ട്, വെൽ സെറ്റിൽഡ് ആണ്. ഇപ്പം നല്ല ജോലിയുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവനായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ നടത്തുന്നത്, വീട് പണിയാൻ മുൻകൈ എടുക്കുന്നത്, സ്വാഭാവികമായിട്ടും പെങ്ങന്മാരെ കെട്ടിച്ചു വിടുന്നത്. അപ്പോൾ അവൻ ആ വീട്ടിൽ കുറച്ച് സ്ഥാനം കിട്ടും. അപ്പോൾ അവൻ്റെ ഭാര്യയ്ക്കും ഉണ്ട് ആ സ്ഥാനം. മാത്രമല്ല പെട്ടെന്ന് അവൾക്ക് കുട്ടിയുണ്ടായി. മറ്റേ കുട്ടിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. ട്വിൻ സിസ്റ്റർ ആയതുകൊണ്ട് അവള് സഫർ ചെയ്തു. ആരോടും മിണ്ടാതെ അവൾ ഇതുള്ളിൽ ഒതുക്കി കുട്ടികളില്ലാത്തതിൻ്റെ പരിഹാസം, ഭർത്താവിന് പണം അധികം ഇല്ല, അവനവിടെ ഒരു സ്ഥാനമില്ല. അപ്പം ഈ പരിഹാസം എല്ലാം ഇവൾ ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ ട്വിൻ സിസ്റ്റർ ഭയങ്കര മിടുക്കായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി എന്തിന് ഇത്രയും നാൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇത് മറച്ചു വെച്ചു എന്നുള്ളത് അത്ഭുതമായിരിക്കുന്നു. കാരണം അവൾ അത് ആരോടെങ്കിലും തുറന്നു പറയേണ്ടതായിരുന്നു. ട്വിൻ സിസ്റ്ററിനോട് തന്നെ അവൾക്ക് പറയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾക്ക് അവർ തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൾക്ക് സ്വന്തം പെറ്റമ്മയോട് ചെന്ന് പറയാം, അമ്മ എനിക്ക് കൊച്ചില്ലാത്തത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. അവൾ അത്രയും വലിയ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതം എന്ന് പറയുന്നത് ആർക്കും വേണ്ടി കളയാനെന്നുള്ളതല്ല. നമ്മുടെ ജീവിതം നമ്മുടേതാണ്, നമ്മുടേത് മാത്രം. അതിൻ്റെ ഒരിക്കലും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി സഫർ ചെയ്ത് എത്ര നാൾ സഫർ ചെയ്യേണ്ടി വരും? അങ്ങനെ സഫർ ചെയ്യാൻ ഉള്ളതല്ല നമ്മുടെ ജീവിതം. അതുകൊണ്ട് എത്രയും വേഗം ആ കുട്ടി അതിൻ്റെ പേരൻസിനോട് ഇത് തുറന്നു പറയാനായിട്ട് തയ്യാറാവുക. ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ തുറന്നു പറയാൻ തയ്യാറാവുക. രണ്ടാമത്, ഭർത്താവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനയാളെ വിശദമായ ഒരു ട്രീറ്റ്മെൻറ്റിന് തന്നെ വിടണം. നമുക്ക് അവൻ്റെ ഹോർമോണുകൾ, അവൻ്റെ ശാരീരികമായ കഴിവില്ലായ്മ, ഇനി അവന് വേറെ വല്ല പ്രശ്നമുണ്ടോ, ലൈംഗികപരമായ എന്താണ് അവൻ്റെ പ്രശ്നം, അപ്പം അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് ഇപ്പം മിക്കവാറും ഉള്ളതൊക്കെ തന്നെ. മിക്കവാറും എല്ലാത്തിനും തന്നെ ഇപ്പോൾ സൊല്യൂഷൻസ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡ് അത്രയേറെ വളർന്നിട്ടുണ്ട്. ഏതായാലും ഈ കുട്ടി 3 വർഷം വെയിറ്റ് ചെയ്തല്ലോ. അപ്പോൾ അവൾക്ക് 1 വർഷം കൂടെ വല്ലതും വെയിറ്റ് ചെയ്യാം. പെട്ടെന്നൊരു വിവാഹമോചനത്തിലേക്ക് പോകണം എന്ന് ഞാൻ പറയില്ല. കാരണം ഉണ്ടെങ്കിൽ നമുക്കത് വിവാഹമോചനത്തിലേക്ക് പോകാനുള്ള റീസൺ ഉണ്ട് അതിനകത്ത്. കാരണം ക്രിസ്ത്യൻ ആണെങ്കിൽ നമുക്ക് വിവാഹമോചനമില്ല, നള്ളിറ്റിയാണ്. കാരണം നേരത്തെ നിലനിന്നിരുന്ന കാരണങ്ങളാൽ വിവാഹത്തെ അസാധുവായിട്ട് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ആ കുട്ടി പേടിക്കേണ്ട, ഒരു സെക്കൻഡ് മാരേജ് ഒന്നും വരത്തില്ല, ഫസ്റ്റ് മാരേജ് തന്നെ വരും. പക്ഷെ അതിന് മുമ്പ് അവളൊരു ഇത്രയും സാക്രിഫൈസ് ചെയ്ത സ്ഥിതിക്ക് അവന് ഒരു വിശദമായ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക.
അവരൊരുമിച്ചിരുന്ന് തുറന്ന് ആരോടെങ്കിലും ഇത് മുതിർന്നവരോട് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചിട്ട് ഈ കുട്ടിയെ അവഗണന സഹിക്കുന്നു അവിടെ, അതിൽ നിന്ന് അവളെ രക്ഷിക്കണം. അതായത് തൻ്റേതല്ലാത്ത കാരണങ്ങളാലാണ് ആ കുട്ടി അവഗണന സഹിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ആ കുട്ടി മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക, അതാണ് ആ കുട്ടി അതിന് പരിഹാരമായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാറിൻ്റെ അഭിപ്രായത്തിൽ ഇതിനെന്തായിരിക്കും ഒരു സൊല്യൂഷൻ? സഹോദരിക്ക് വേണ്ടി ഈ സഹിക്കുക എന്ന് പറയുമ്പം അതിലൊരു സംതൃപ്തി ഇപ്പം നമുക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോൾ, അല്ലേ? സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ ബിഗിനിങ് ഓഫ് സ്പിരിച്വാലിറ്റി എന്നല്ലേ പറയാ. സംതൃപ്തിയാണ് ആത്മീയത. ഞാൻ വിചാരിക്കുന്നു ഈ കുട്ടിയുടെ ആത്മീയത തന്നെ വലിയ അബദ്ധത്തിലായിരിക്കും. കാരണം സംതൃപ്തരല്ല അവരുടെ ഈ ഒരു പ്രശ്നം ഇവരായി ഉണ്ടാക്കിയെടുത്താ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിന് ഭർത്താവ് മുതിരാത്തത്, ഇതൊന്നും ഇവൾ അന്വേഷിച്ചിട്ടില്ല. ട്വിൻസിന്റെ ഇടയിലുള്ള ഒരു ബോണ്ട് കൂടുതലാണ്. സാധാരണ ഒരു ചേട്ടൻ അനിയൻ തമ്മിൽ ബന്ധമല്ല. ട്വിൻ സിസ്റ്റേഴ്സ് തമ്മിൽ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ അവർ തമ്മിലുള്ള കൂടുതലൊരു ബോണ്ടുണ്ട്. അപ്പോൾ അവൾ ഒരു തരത്തിലും വേദനിക്കരുത്, ഞാൻ വേദനിക്കുന്നു എന്നറിഞ്ഞാൽ എൻ്റെ ട്വിൻ സിസ്റ്റർ വേദനിക്കരുത്. അത് ഈ കുട്ടിയുടെ അവൾ അതിനകത്ത് സന്തോഷം കണ്ടെത്തി. അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവൾ ആദ്യം ഇത് ഓപ്പൺ അപ്പ് ചെയ്യണം. ഓപ്പൺ അപ്പ് ചെയ്തേ പറ്റൂ. രഹസ്യമായിട്ട് വെക്കാൻ പാടില്ല. സ്വന്തം അമ്മയോടോ ഇപ്പം മറ്റുള്ളവരോട് പറയണമെന്നില്ല. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്ന അവൾ അവിടെ കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ വേദനിക്കാൻ തുടങ്ങും. അപ്പം അനിയൻ ഇവർ തമ്മിലുള്ള സന്തോഷം പോകും, ഹാർമണി, ഇതായിരിക്കും ഇവള് ചിന്തിക്കുന്നത്. 3 വർഷമായിട്ടും ഈ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ ഭർത്താവ് എന്നോട് എടുക്കാത്തത്? അല്ലെങ്കിൽ അല്ല, ഭർത്താവിന് പ്രശ്നം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ അവൻ അകന്നകന്ന് പോകുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ സാധിച്ചു കൊടുക്കുന്നുണ്ടാവും, പുറത്ത് കൊണ്ടുപോകുന്നുണ്ടാവും. ഇവർ 4 പേരും കൂടെ പുറത്ത് പോകുന്നുണ്ടാവും, 4 പേരും കൂടെ സിനിമയ്ക്ക് പോകുന്നുണ്ടാവും, 4 പേരും കൂടെ ഫുഡ് കഴിക്കുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ബെഡ്റൂമിനുള്ളിലെ മാത്രം കാര്യമാണ്, ബെഡ്റൂമിന് വെളിയിലെ കാര്യമല്ല. അതിനുള്ളിൽ നടക്കുന്നത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നല്ല വീടും സൗകര്യങ്ങളൊക്കെ ആണെങ്കിലൊന്നും അറിയത്തില്ല. പണ്ടത്തെ പോലെ അടുത്തടുത്ത് മുറിയൊക്കെ ആണെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ എന്തെങ്കിലും കരച്ചിലോ വല്ലതുകൊണ്ടേ അറിയത്തുള്ളൂ. ഇപ്പോൾ മേളത്തെ നിലയിലും ഇങ്ങേറ്റത്തെ നിലയിലും ഒക്കെ ആണെങ്കിൽ ആരും അറിയത്തില്ല. എനിക്ക് വരുന്ന കേസുകളിൽ സമാന സ്വഭാവമുള്ള കേസുകൾ 2 വർഷമായിട്ട് തൊട്ട് നോക്കാത്തത്, 4 വർഷമായിട്ട് തൊട്ട് നോക്കാത്തത് ഒക്കെ ഉണ്ട്. 4 വർഷമായിട്ട് തൊട്ട് നോക്കാത്ത കേസ് പോലും എനിക്കുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഞാൻ പറയുന്നത് ഇവരെല്ലാം ഇത് രഹസ്യമായിട്ട് വെക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ചെറുപ്പക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ഒരു 10-15 ദിവസങ്ങൾക്കുള്ളിൽ ലൈംഗിക ബന്ധം ഇവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ യാതൊരു കാരണവശാലും അത് ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. കാരണം നോർമൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നില്ല എങ്കിൽ ഭാര്യയോ ഭർത്താവോ അതിന് വിസമ്മതം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ആരാണോ ഈ വിവാഹ ജീവിതത്തിന് ഒരുക്കി അയച്ചത് അവരിതറിയണം. പാരൻസ് ആകും, അല്ലെങ്കിൽ അച്ഛന്മാരാകാം, അല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാരാ, ആരുടെയെങ്കിലും എടുത്ത് അത് തുറന്നു പറഞ്ഞ് വേണ്ടത്ര ഉപദേശം തേടി ട്രീറ്റ്മെൻറ്റെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ആ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷപ്പെടും. ഇങ്ങനെ അനുഭവിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതൊരു താക്കീതാണ്. വിവാഹ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ ജോലി വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ലൈംഗികതയോടുള്ള ഒരു വിരക്തി ഉണ്ടാവുന്നുണ്ട്. രാത്രി മുഴുവൻ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ, നൈറ്റ് ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ഉള്ളവരുടെ ഇടയിൽ. കാരണം തലമണ്ട കൊണ്ട് ഒത്തിരി വർക്ക് ചെയ്ത് ഭയങ്കര ടയർഡായി വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനോട് താല്പര്യക്കുറവ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകൾ ധാരാളം വരാറുണ്ട്. ആണും പെണ്ണും വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവർ രണ്ട് ടൈമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ കുഴപ്പങ്ങളാണ്. കാരണം ഇപ്പോൾ ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നത് ടൈം ചിലപ്പോൾ ഒരാൾക്ക് നൈറ്റ്, ഒരാൾക്ക് ഡേ, ഒരാൾക്ക് 2 മണി വരെ രാത്രി, ഒരാൾ 2 മണിക്ക് കയറുന്നു. ഇവർക്കിടയിൽ ഈ പരസ്പരമുള്ള ആ ഒത്തുചേരലിനുള്ള സമയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് മിക്കവാറും ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ലൈംഗിക ബന്ധത്തിലുള്ള അസ്വസ്ഥതയിൽ. അതതിനകത്ത് കുഴപ്പം വരുന്നത്. മാസങ്ങളോളം വർഷങ്ങളോളം ചിലപ്പം ബന്ധങ്ങൾ ഇല്ലാതെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊരു പ്രശ്നം തന്നെയാണ്, ആരും മൂടി വെക്കണ്ട. അതാണ് എനിക്ക് ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ള ഇതിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു ഉപദേശം. അതാണ് ആരുടെയെങ്കിലും എടുത്ത്, ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള നല്ല കൗൺസിലേഴ്സ് ഉണ്ട്, നല്ല സൈക്കോളജിസ്റ്റുകളുണ്ട്, നല്ല സെക്സോളജിസ്റ്റുകളുണ്ട്, നമുക്ക് നല്ല നല്ല ഉപദേശം തരുന്ന ധാരാളം പേരുള്ള ഒരു ലോകമായത്. അപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ പ്രശ്നം തുറന്നു പറയുക, അതിന് പരിഹാരം നേടുക, എന്നിട്ട് ജീവിതം കൂടുതൽ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ജീവിത പങ്കാളിയാണ് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം ചില സുന്ദരമായ നിമിഷങ്ങൾ മെനഞ്ഞെടുക്കുക.
അതാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും ഞങ്ങൾക്ക് എഴുതാൻ മറക്കരുത്. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും നന്ദി.